ഇന്ന് നമ്മുടെ കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനെ കൊണ്ട് വന്നതാണ്. ബർത്ത്ഡേ ഹാപ്പി ആയി, എനിക്ക് സന്തോഷം. ഇങ്ങോട്ട് സർപ്രൈസ് വന്നപ്പോൾ തിരിച്ചും കൊടുക്കണ്ടേ? അതെ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയുള്ളൊരു വീഡിയോ ആണ്. അതായത് ചലഞ്ചൊന്നുമല്ല, ഇന്ന് നമ്മുടെ കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനെ കൊണ്ട് വന്നതാണ്. ഒരു കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കേക്ക് കൊണ്ട് വരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്നത്. അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്നെ കൂടെ എൻ്റെ മോട്ടോ ക്യാമറമാൻ ദിയോടൊപ്പം. ചലഞ്ഞു, കുഴപ്പമില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് പോവാണ്. പപ്പന് മാത്രമേ അറിയത്തുള്ളൂ. അവൻ്റെ വീട്ടിൽ ആദ്യം കൊണ്ട് എങ്ങനെയും വെക്കണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് എന്തെങ്കിലും പറയില്ല. ഗൈസ്, കേക്ക് ഇടിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്തോ കാണിക്കും ഇവിടെ? ഞാനിപ്പോ വന്നേ ഉള്ളു. ഞാൻ അപ്പുറത്ത് വരെ പോയിട്ടെ ബാഗ് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ പേടിച്ചു പോയി. ബർത്ത്ഡേ ഗേളാണ്. എന്തായാലും നമ്മൾ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ. ബർത്ത്ഡേ ആയതുകൊണ്ട് അല്ലേ? പക്ഷെ എന്തോ ഉണ്ടാക്കുമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. തണ്ണിമത്തനുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റാക്കാം. അവൾക്ക് വിഷമം, ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. അവൾക്ക് വിഷമമായി പോയത്. കാര്യം അവൾ മുടി കഴിച്ചിട്ട്. കുഴപ്പമില്ല, സുന്ദരിയാണ്. അപ്പോൾ റൈസ്, നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ട്രഷർ ഹണ്ട് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ട്രഷർ ഹണ്ട് വിരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലൊക്കെ സെയിം സ്റ്റെപ്പാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു പരിപാടിയും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തേക്കുന്നത്. അപ്പം ഓക്കെ, കുക്കു അപ്പുറത്തിരിക്കും. കുക്കുവിനെ അവളിപ്പോൾ റെഡി ആവുക. കുറച്ച് മെനയൊക്കെ വേണ്ടേ? അപ്പോൾ റെഡി ആയിട്ട് അവൾ അപ്പുറത്ത് പോവും. ഞാനിവിടെ ഗിഫ്റ്റ് ഒരുക്കും. ഗിഫ്റ്റ് മീൻസ് ട്രഷർ ഹണ്ടിന് വേണ്ട എല്ലാം ഒരുക്കും. അങ്ങനെ എന്തുവാ സംഭവം എല്ലാം ചെയ്യും. അതാണ് പ്ലാൻ. അപ്പം എന്തായാലും റെഡി ആവട്ടെ. ഓക്കെ, ഗിഫ്റ്റ് എന്താ വാങ്ങിക്കുമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാര്യം എൻ്റെ വലിയ പൈസ ഇല്ല. 40 രൂപ, അതായത് എൻ്റെ 30 രൂപയുണ്ട്. പപ്പനും കൂടി ഇട്ട ഒരു 10 രൂപ കിട്ടിയ 40 രൂപ. അത് തിന്നുന്ന എന്തെങ്കിലും വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ഒന്നേ ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായി അല്ലെങ്കിൽ സിപ്പപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ തന്നെ റെഡി ആയിട്ട് അപ്പുറത്ത് പോകട്ടെ. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേന് ഞാൻ ഗിഫ്റ്റ് റെഡിയാക്കുന്ന മീൻസ് ഈ സംഭവമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് കാണിക്കാം. അപ്പം അതാണ് ദേവം വന്ന കേസ്. എന്തായാലും അപ്പുറത്ത് പോവുകയാണ്. നമ്മളപ്പോഴത്തേന് ക്വസ്റ്റ്യൻ റെഡിയാക്കും അല്ലേ? ഞങ്ങൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ എല്ലാം റെഡിയാക്കും. അതെ, ഞങ്ങൾ സാധനം ഒളിപ്പിച്ച് വെക്കും. ബഡ്ജറ്റ് ഒക്കെ ഇതിൽ ലോയാണ്. ഞങ്ങൾ പറ്റുന്ന പോലെ ചെയ്യാം. അപ്പം അവളപ്പുറത്ത് പോവുകയാണ്. പൊക്കോ, പൊടി ഉണ്ടോ? അതെ. ഓ, ഇതൊരു ബർത്ത്ഡേ ട്രഷർ ഹണ്ട് ആണ്. അതെ. പക്ഷെ ഞങ്ങളെ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 40 രൂപയ്ക്കകത്ത് ഒതുങ്ങുന്ന എന്തെങ്കിലും സർപ്രൈസ് എല്ലാം കൊടുക്കാം. ഓഫ് കോഴ്സ്. എന്റെ 10 സംശയമാണ്. 30 തരും. 50 രൂപയ്ക്കകത്തുള്ള എന്തെങ്കിലും വാങ്ങിക്കാം. അത് ഒപ്പിക്കാം. ഓക്കെ പറ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു അഭിനയമായിരുന്നു. ഞങ്ങൾ ട്രഷർ ഹണ്ട് സാധനമേ വിളിക്കുന്നില്ല. 40 രൂപയിലൊന്നും അല്ല സാധനം. കേക്കാണ്. 400 രൂപയുടെ കേക്ക്. പിന്നെ വണ്ടി കൂലി എല്ലാം കൂടെ ഇപ്പൊ 450. സീനില്ല. 500 രൂപയ്ക്കകത്തുള്ളൊരു കേക്ക്. അപ്പൊ ഞങ്ങളത് എങ്ങനെയെങ്കിലും ഒക്കെ കൊടുക്കാൻ പ്ലാൻ ഇടുവാണ്. അതെ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ റൂമിലാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ലൈറ്റ് ഇട്ടതാണ്. അതുകൊണ്ട് എങ്ങനെ ഓക്കെ, നമുക്ക് ഒരു ഹിന്റ് എഴുതാം. എന്നിട്ട് ആ ഹിന്റ് അവൾക്ക് കൊടുക്കുന്നു. അപ്പൊ അവൾ ഈ റൂമിലോട്ട് വരുന്നു. മേളിലാണ് ഈ റൂം. അപ്പൊ മേളത്തെ റൂം എന്ന് പറഞ്ഞ ഈ റൂമിലോട്ട് വരുന്നു. അപ്പൊ ഈ സംഭവം കാണുന്നു. ഇതാണ് പ്ലാൻ. നമ്മൾ ഈ സംഭവം അടുക്കള ഗ്ലാസിന്റെ അവിടെ വെക്കും. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഇത് അവളുടെ കൈ കൊടുത്തിട്ട് അവിടെ നമ്മൾ വേറൊരു ഹിന്റ് വെക്കും. ആ ഹിന്റ് എന്ന് പറയുന്നത് റൂമിൽ തരയണം. അതായത് അവള് കിടക്കുന്ന റൂമിൽ, അത് വേണ്ട, അവിടെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ അവൾ തുറക്കും, കാണും. ഓക്കെ, ഞങ്ങളിപ്പോ 2 ക്ലൂ എഴുതിയിട്ടുള്ളൂ. ചുമ്മാ പെട്ടെന്ന്
അപ്പൊ ഞങ്ങൾ ഈ രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കിടക്കുന്ന റൂമിൽ തിരയുക. അങ്ങനെ വേണോ? നിന്റെ തന്നെയാണോ കൊടുത്തേ? അപ്പൊ കുഴപ്പമില്ല. അപ്പം ഈ കുക്കു ചേച്ചി കിടക്കുന്ന റൂമിലാണ് ഞങ്ങൾ സാധനം ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് നേരെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ആ ഗ്ലാസ്സിലാണ് ഞങ്ങൾ ഇത് ഒളിപ്പിച്ച് വെക്കാൻ പോകുന്നത്. അണ്ട് അതിൽ പോയി തപ്പിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നേരെ ഈ കഥ തുറന്നെടുക്കുന്ന കാണുമ്പോൾ മിക്കവാറും അതുവഴി കയറിയിട്ട് മേളിൽ പോയിട്ട് കുക്കുച്ചയുടെ റൂമിൽ തരാനാ ചാൻസ്. നമുക്ക് സെറ്റൊക്കെ അപ്പൊ അതിന് അങ്ങനെ പോവാം. കൊച്ചു ചെറുക്കിനെ വിളിച്ച് കൊണ്ടുപോകാൻ അതെങ്ങനെയും സെറ്റ് ചെയ്യണം. അത് പപ്പൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ എൻ്റെ വീട് കൊണ്ട് നോക്കാം. അതുവരെ നീ സെറ്റ് ചെയ്യും. ഞാൻ ക്ലൂ വരുമ്പോ നീ വിട്ടോളെ. ഞാൻ തന്ത്രം അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ ഒന്നും എഴുതാൻ പറ്റിയില്ല. അത് വിഷയമില്ല. കാരണം ഞാനല്ല പോയി വാങ്ങിച്ചത്. ഞങ്ങൾ കുറെ കടയിൽ കയറിയിട്ട് ഒരെണ്ണം കിട്ടിയിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് എന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു അങ്കിളിനെ വിട്ട് വാങ്ങിപ്പിച്ച്. അപ്പോഴത്തെ എനിക്ക് പേരൊന്നും എഴുതാൻ പറ്റിയില്ല. തൽക്കാലം നമുക്ക് ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, 16 വയസ്സിൻ്റെ ഒരു സംഭവം. അതിന്റെ മണ്ടയ്ക്ക് അത് മൊത്തത്തിൽ കൊള്ളു. അപ്പൊ പിന്നെ പേരിന്റെ ആവശ്യമില്ല നമുക്ക്. വലിയ മെഴുകുതിരിയ. അപ്പൊ പൊട്ടിക്കാം. ഗൈസ്, അവളുടെ ഫോട്ടോ 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട്. മനോഹരമായ ഫോട്ടോ. ഇതാണ് ഹൈലൈറ്റ്. അവള് ടൂറ് പോയപ്പോ എടുത്തു. ഇത് കൂട്ടുകാരുടെ കൂടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മേ ബി. അതെ അതെ. അപ്പം ഇത് നമുക്ക് എങ്ങനെയും ഒന്ന് സെറ്റ് ചെയ്യണം. നൂലിതി വെക്കാൻ പോവാണ്. കട്ട് ചെയ്യണല്ലേ? ചുമ്മാ നമ്മളോട് ഗൈസ്, നമ്മുടെ നൂലിന്റെ പരീക്ഷണം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെക്കാമെന്ന്. എങ്ങനെയൊന്ന് സെറ്റ് ആയാൽ മതിയായിരുന്നു. പേരില്ലാത്തോണ്ട് നമുക്ക് കുക്കുച്ചയുടെ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടു വെച്ചാലും അതൊരു പോയിന്റായ കാര്യമാണ്. കാര്യം ഞാൻ ഓർത്തില്ല. അയ്യോ, ഞങ്ങൾ ആരും കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പെടുന്ന പാടൊരു ഇതല്ല. എല്ലാവരും മീൻസ് വീട്ടിലറിയാം, അമ്മൂമ്മയ്ക്ക് അറിയാം. കേക്കും കാണാൻ പറ്റും. കേക്കിന്റെ ഫ്രണ്ടിൽ എലി കയറുന്നുണ്ട്. അപ്പൊ അവള് പറയും, ഇത്രയും പന്ന ഫോട്ടോയെ നിനക്ക് കിട്ടിയോളാന്ന് ചോദിക്കും. എന്നിട്ട് 2 തെറിയും പിടിക്കും. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫോട്ടോയാ. ഇത് വെക്കാം. അതും മടക്കിയൊക്കെയാ വെക്കുന്നത്. ഈ ഫോട്ടോ 2 എണ്ണം ചുമ്മാ ഇങ്ങനെ അങ്ങനെ മതി. അത് മതി. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫൈനൽ മനസ്സിലാവും. ഓക്കെ, കൊള്ളാം. എല്ലാം റെഡിയാണ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ഗൈസ്, നമ്മുടെ ഈ ക്ലൂ കൊണ്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ സംഭവമൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. കുക്കുമോൾ ഇവിടാന്ന് തോന്നുന്നു. കുക്കു, എന്തായാലും ഫസ്റ്റ് ക്ലൂ ആണേ. ഫസ്റ്റ് ക്ലൂ താമസിപ്പിക്കാൻ സമയം പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അടുക്കള മുറ്റത്തെ വെളിയിരിക്കുന്ന ഗ്ലാസ്സിൽ തരും. ഓടിപ്പോക്കും. പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ വേണം. ദേവൻ ഇത് ബർത്ത്ഡേ ഡ്രസ് ഉണ്ടായതുകൊണ്ടാണ് ഒരുത്തനെ എതിരാളിയായിട്ട് വെക്കാൻ ഞങ്ങള്. ഓക്കെ, അറിയാം, അതുകൊണ്ട് സീനില്ല. കുക്കു ചേച്ചി കിടക്കുന്ന റൂമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒത്തില്ല, കുഴപ്പമില്ല. അത് കെട്ട് ഊരിട്ടെടുത്തടി വിട്ടത് ഞാന്. കേക്ക് ഞാൻ സെറ്റ് ചെയ്തത് ഞങ്ങളെല്ലാവരും സെറ്റ്. ഊതിക്കോ. ഓക്കെ, കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? ഇല്ല, ശരിയാകത്തില്ല. ഇട്ടോ, ചെയ്തോ. ഞാന് 400. അമ്മ തന്നു. അമ്മ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കാൻ.
എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഇവൻ കുളവാക്കണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നും നടന്നില്ല. ഓ അതാണ് ഇവൻ പറഞ്ഞേ. അപ്പൊ നമ്മള് കട്ട് ചെയ്യാൻ പോണ ഹാപ്പി ബർത്ത്ഡേ പഠിക്കൂ. സോറി, ഹാപ്പി അത് സീനിട്ട് ഗിഫ്റ്റ് വലുതായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മെഴുകട്ടെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ മെഴുകു. കുറഞ്ഞു പോയി സാധനം. ഓ അങ്ങനെ. ഓക്കെ ഗൈസ്, മുറിച്ചോ. എന്തേ ഞങ്ങള് ട്രഷർ ഹണ്ട് അല്ല പ്ലാൻ ചെയ്തത്, ഇതൊക്കെ ഒരു ചതിയായിരുന്നു. അതെ, ട്രഷർ ഹണ്ട് അല്ല പ്ലാൻ ചെയ്തത്, ഇതൊരു ചതിയായിരുന്നു. ഓക്കെ, മുറിച്ചോ. 3, 2, 1 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ 3 ഹാപ്പി ബർത്ത്ഡേ 4 തീർത്ത 3 വാങ്ങിച്ചു തന്ന കൊച്ചിന് ആദ്യം കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. നല്ല ടേസ്റ്റ്. തന്നില്ല, നീ എടുത്ത്. അവൻ ഇങ്ങനത്തെ കാര്യമൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്. സ്നേഹനിധിയായ അനിയന്മാർ, സ്നേഹനിധിയായ അനിയത്തിയുണ്ട്. ഓക്കെ ഗൈസ്, എന്തൊരു സന്തോഷം. എനിക്ക് വയ്യ. കൈയും കാലൊക്കെ പറയുന്നത്. ഇനി ഞങ്ങളുടെ കൈയും കാലും വിറക്കി അതിനുണ്ടാക്കി. അയ്യോ, ഇനി മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം, അതാണ് അടുത്ത ഫോട്ടോ ആണ് ഞങ്ങളെ ഹൈലൈറ്റ്. അതാണ് അതിന്റെ ഐഡിയ ഞങ്ങൾക്ക് പേര് എഴുതാൻ പറ്റില്ല, അവിടെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അതെ അതെ, നോക്ക് ഗൈസ്. അതിന്റെ പുറകിലോട്ട് നോക്കണേ. അയ്യ അത് തുടരുന്നേ, ചുമ്മാതല്ല. ക്രീം ഒന്ന് പറഞ്ഞ് തിന്നോ? അതാണ് ഞാനത് വായിട്ട് നോക്കിയിട്ട് ഇതിനൊരു പച്ച ദിവസം തന്നെ വടിയാവാൻ ഞാൻ പൊതുക്കുന്ന ബോധമല്ലേ ഇത്. എങ്ങനെയുണ്ട് അപ്പൊ ഒരു ഫസ്റ്റ് ടൈമല്ലേ കിട്ടുന്നേ? സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് ഇങ്ങനെ ഞെട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് മാത്രം. നിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് സെറ്റാക്കാം. നേരത്തെ പറഞ്ഞു എന്റെ സെറ്റാക്കാം. എന്റെ ബർത്ത്ഡേ എന്നാ? പൈസ ഉണ്ടേ സെറ്റാക്കും. ഇത് പിന്നെ പൈസ ഉണ്ടായിരുന്നു, അമ്മ പറഞ്ഞു ഓക്കെ വാങ്ങിച്ചു. ഇന്നലെ കട വരെ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ചോദിച്ചു, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ബർത്ത്ഡേ ഹാപ്പി ആയി, എനിക്ക് ഇങ്ങോട്ട് സർപ്രൈസ് വന്നപ്പോ തിരിച്ചും കൊടുക്കണ്ടേ. തീർന്നു കഴിച്ച് എല്ലാവർക്കും കൊടുത്ത് കൂടെ കുറെ പേരുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ കഴിച്ചില്ലേ, ഒരു സർപ്രൈസ് ആയില്ലേ, അതാണ് പാത്രം കഴിഞ്ഞ് നോക്കുന്ന കുട്ടികൾക്കാണ് കുടുംബത്തിന്. സത്യം പറഞ്ഞാ ഞാൻ ഞെട്ടിപ്പോ. ഞാൻ ഇവളിങ്ങനെ കരയുന്ന പോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കരഞ്ഞിട്ടില്ല, ഇതുവരെ കരഞ്ഞിട്ടില്ല. ഇവളോട് കരഞ്ഞില്ല, ഞാനൊക്കെ ഇപ്പൊ കരഞ്ഞു ഞെട്ടിപ്പോയി. കാര്യം എനിക്ക് സന്തോഷം വന്നിട്ട് കരച്ചു വന്നിട്ട് ഞാൻ കരയും, അതാണ് ഞാൻ. എനിക്ക് സന്തോഷം തോന്നി, ഞാൻ കരയത്തില്ല ഗൈസ്. അതാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, മറ്റൊരു വീഡിയോ. ഈ ഒരു വീഡിയോ തീർന്നിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും.